പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം വിശുദ്ധന്മാരെ കൂടി വന്ന് ഇവണ്ണം ഒരു കൂട്ടായ്മ ഈ പട്ടണത്തിൽ കർത്താവ് ഒരുക്കി തന്നതിനാൽ ദൈവതിരുനാമത്തെ ആദ്യമായി ഞാൻ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. 1970 വർഷത്തിൽ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്ന് കർത്താവിനെ സ്വീകരിച്ച് 73 വരെ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരു രാത്രിയുടെ നിശബ്ദതയിൽ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിറക്കിയതാണ് എന്നെ. അതിൻ്റെ ഭവിഷ്യത്തുകൾ ചിന്തിക്കാതെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലുള്ള സദനേഷ്യ ബൈബിൾ കോളേജിൽ 76 വരെ പഠിച്ച ശേഷം കർത്താവിൻ്റെ ശുശ്രൂഷമായി വടക്കേ ഇന്ത്യയിൽ പോയി നാളുകൾ അവിടെ ശുശ്രൂഷ ശേഷം ദൈവഹിതം പോലെ മദ്രാസ് പട്ടണത്തിൽ തിരികെ വന്നു. 1989 ഷാർജ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ അന്നത്തെ ശുശ്രൂഷനായിരുന്ന പാസ്റ്റർ KM സാമുവൽ അവർകൾ നാട്ടിൽ വെച്ച് കാണുകയും അദ്ദേഹം ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാനുള്ള സാവകാശം ഷാർജ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ ചുമതലയിൽ ആ ശുശ്രൂഷ സഹോദരന്മാരുടെ സ്നേഹത്താലും സഹായത്താലും ചെയ്തു തന്നു. അന്നു മുതൽ പലതവണ ഈ പ്രദേശങ്ങളിൽ വന്ന് കർത്താവിൻ്റെ നാമത്തെ പ്രാഗൽഭ്യത്തോടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് സാവകാശം തന്നിട്ടുണ്ട്. ആ ശുശ്രൂഷകൾ അനുഭവിച്ചുള്ള ദൈവകുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. എൻ്റെ കഴിഞ്ഞ 23 സംവത്സരങ്ങളിലുള്ള ശുശ്രൂഷയിൽ, വിശേഷാൽ മദ്രാസിൽ വന്ന ശേഷം 89 മുതൽ ഉള്ള ഈ 10 വർഷത്തെ ശുശ്രൂഷയിൽ ഈ വാത്സല്യ സഭ ചെയ്തിട്ടുള്ള സ്നേഹ ആദരവുകൾക്ക് തക്കതായ വാക്കുകൾ പറഞ്ഞ് അവർക്ക് നന്ദി പറയുവാൻ എൻ്റെ വാക്കുകൾ പോരാ. ഞാൻ വന്നിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം വളരെ സ്നേഹത്തോടും കരുതലോടും കൂടെ എന്നെ സ്വീകരിച്ച് സ്വന്തം സഹോദരനെ പോലെ ഭവനത്തിൽ പാർപ്പിച്ച് എല്ലാവിധ നന്മകളും സ്വർഗത്തിലെ ദൈവത്തിന് ചെയ്യുന്നത് പോലെ എന്നോട് ചെയ്തിട്ടുള്ള വിശുദ്ധന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്കായി ഞാൻ എൻ്റെ കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിച്ചു വരുന്നതിനാലും തന്നെ നാമത്തോട് കാണിച്ചുള്ള സ്നേഹത്തെ മറന്നു കളയാത്ത ദൈവം ഇവിടെയും അവിടെയും പ്രതിഫലം സമൃദ്ധിയായി തരുമെന്നുള്ളത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാകിയാൽ ഞാനും അത് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നോടുകൂടെ ചേർന്ന് ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കായി സ്തോത്രം. ഞാനാണ് ഇന്നിവിടെ മുൻപിൽ നിൽക്കുന്നതും എങ്കിലും ഈ ശുശ്രൂഷ ഒരു വ്യക്തിയുടേതല്ല. ഇത് പെന്തക്കോസ്ത് സഭ തുടങ്ങിയ കാലം മുതൽ പത്രോസ് എഴുന്നേറ്റ് നിന്നോ കൂടെ 11 പേരും കൂടെ എഴുന്നേറ്റ് നിന്നോ ഇവർ ഇരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ഒന്നിച്ചാണ് ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ ആഴമായി ദൈവത്തിന്റെ വചനം പഠിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി പലർക്കും ഇഷ്ടപ്പെടാത്ത ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിലായിരിക്കും നമ്മളിവിടെ ഞാൻ പറയുന്നത് നമ്മളോടുള്ള ബന്ധത്തിലല്ല, പലർക്കും താല്പര്യം അങ്ങോട്ട് സ്വീകരിപ്പാൻ കഴിയാത്ത വിഷയമാണ് നമ്മൾ ചിന്തിച്ച് തീരുമാനിച്ചിരിക്കുന്ന ന്യായവിധി എന്ന വിഷയം. രക്ഷ വിശ്വാസികളെ സംബന്ധിച്ചുള്ളതാണ്. അഭിഷേകത്തിന്റെ ശുശ്രൂഷ വിശ്വാസികളെ സംബന്ധിച്ചുള്ളതാണ്. വിശുദ്ധീകരണം വിശ്വാസികളെ സംബന്ധിച്ചുള്ളതാണ്. രോഗശാന്തി വിശ്വാസികൾക്കും പുറത്തുമുള്ളവർക്കാണ്, ശരീരത്തിലുള്ളതാണ്. എന്നാൽ ന്യായവിധി എന്ന് പറയുന്ന വിഷയം ദൈവ സൃഷ്ടിക്കെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അത് പ്രപഞ്ചത്തെ ദൈവം ന്യായം വിധിക്കും, ദൂതന്മാരെ ദൈവം ന്യായം വിധിക്കും, വിശുദ്ധന്മാരെ ദൈവം ന്യായം വിധിക്കും, നരകത്തെ ദൈവം ന്യായം വിധിക്കും, മരണത്തെ ദൈവം ന്യായം വിധിക്കും, സകലത്തെയും ന്യായം വിധിക്കുന്ന ഒരു വിഷയമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നാം പഠിപ്പാൻ പോകുന്നത്. അതുകൊണ്ട് ആവോളം ദയവ് ചെയ്ത് വലിയ ഉണർവിൻ്റെതായ കാര്യങ്ങൾ ഈ പഠന ക്ലാസ്സിൽ വന്നില്ല എങ്കിലും എല്ലാ വിശ്വാസികളും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതാകയാൽ ഇന്ന് രാത്രിയോടെ വന്നിരിക്കുന്നവർ മാത്രമല്ല, ഇനിയും കേൾക്കുവാനുള്ളവരെയും കൂടെ വിളിച്ചുകൊണ്ടുവന്ന് ഈ ദൈവത്തിന്റെ വചനം കേൾപ്പിക്കുമാറാക്കണം. രക്ഷിക്കപ്പെട്ടവർ മാത്രം കേട്ടാൽ പോരാ, രക്ഷിക്കപ്പെടാത്തവരും കേട്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.
ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ഇന്ന് രാത്രി കടന്നു പോകാം. ഈ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ സാവകാശം ഒരുക്കി തന്ന യൂത്ത് മൂവ്മെന്റിനോടും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വാത്സല്യ സഹോദരന്മാരോടും ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളോടും എന്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ചില വാക്യങ്ങൾ ഞാൻ വായിക്കും, പറയും. സഹോദരന്മാർ ദയവ് ചെയ്ത് ആ വാക്യങ്ങൾ വായിച്ച് ഞങ്ങളെ ശുശ്രൂഷയിൽ സഹായിക്കുമാറാകണം. ഇന്ന് രാത്രി നാം വായിക്കുവാൻ പോകുന്ന വാക്യങ്ങൾ ദയവായി യൂദയുടെ പുസ്തകം 15-ാമത്തെ വാക്യം, ഒരാൾ ദയവായി ആ വാക്യം വായിക്കണം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം വേറൊരാളും, എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം വേറെ ഒരാളും, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 27-ാമത്തെ വാക്യം വേറെ ഒരാളും. ദയവായി ഇത്രയും വാക്യങ്ങൾ കേട്ടത് ഓരോരുത്തര് തുടർന്നുള്ള ക്ലാസുകൾ ഇതിനോടനുബന്ധിച്ചുള്ളതാകയാൽ വായിച്ച സഹായിപ്പാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. വായിച്ചാട്ട് ഓരോരുത്തരായി. യൂദയുടെ പുസ്തകം 15-ാം അധ്യായം 15-ാമത്തെ വാക്യം. യൂദയുടെ പുസ്തകം 15-ാമത്തെ വാക്യം. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വരുന്നു. പ്രൈസ് ദി ലോർഡ്.